ബ്രിട്ടീഷ് ബംഗ്ലാവ്സ് എന്നാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലുവയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോൺസെപ്റ്റിലൊരു വില്ല പ്രോജക്റ്റ് വരുന്നത്. 15 സെൻറ്റാണ് ഇവിടെ നമുക്ക് മിനിമം വരുന്ന ലാൻഡ് എക്സ്റ്റൻഷൻ. 3000 സ്ക്വയർ ഫീറ്റിൽ സിംഗിൾ സ്റ്റോറി വില്ലയായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. മൊത്തം 8 ഏക്കറിലാണ് ഈ ഒരു വില്ല പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് എന്നത്തെപ്പോലും എൻ്റെ കൂടെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡെൽവിൻ ചേട്ടനുണ്ട്. ഈ സിംഗിൾ ഫ്ലോർ വീടുകൾക്ക് വളരെയധികം ഡിമാൻഡുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുവേ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് സിംഗിൾ ഫ്ലോർ നല്ലൊരു കൺസെപ്റ്റ് ആണെന്നും അത് വേണമെന്നുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഏജ്ഡായുള്ള ആൾക്കാർക്ക് അതിലിങ്ങനെ ഫാമിലി ന്യൂക്ലിയർ ഫാമിലി അല്ലേ പൊതുവേ. ഹസ്ബൻഡും വൈഫും 2 കുട്ടികളുണ്ട്, പാരൻസും ഉണ്ട്. അപ്പോൾ 2 ഡബിൾ സ്റ്റോറിയുടെ വീടാകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഗ്യാതറിങ് പലപ്പോഴും അത് ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പം ഈ കൺസെപ്റ്റ് എന്താണെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് അറിയാം. പിന്നെ ഇതൊരു വീട് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഡ്രീമാണ് ശരിക്കും പറഞ്ഞാൽ വീട് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതിൻ്റെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ ഡിസൈനാണ് നമ്മളിതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിലോട്ട് 4 കിലോമീറ്ററാണ്, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ എത്താം. എയർപോർട്ട് ആണെങ്കിൽ 12 കിലോമീറ്റേഴ്സ്, 12 കിലോമീറ്ററാണ് നമുക്ക് എയർപോർട്ട് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന 32 വില്ലേ നമ്മളതിനകത്ത് പ്ലാനിലുള്ളൂ. നമുക്ക് അത് 8 മീറ്റർ വീതിയുള്ള റോഡും ഇന്റർണൽ റോഡ്സ് 6 മീറ്റർ വീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി ഓപ്പൺ സ്പേസ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസുകളെല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ലാൻഡ് എടുക്കുന്നതും അതുപോലെ തന്നെ ഉള്ളിലെ പ്ലാനുകൾ ഡിസൈഡ് ചെയ്യുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അമ്യൂണിറ്റീസിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ കടക്കുമ്പോൾ ശരിക്കും നമ്മളിതിനകത്ത് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ ക്ലബ് ഹൗസാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷട്ടിൽ കോർട്ട്, ടെന്നീസ് കോർട്ട്, അതുപോലെ തന്നെ പൂള്, സ്വിമ്മിങ് പൂള്. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റോറി വില്ല നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്.